എന്തുകൊണ്ടാണ് യേശുവിന് സ്നാനം ആവശ്യമായി വന്നത്? യേശുവിന്റെ സ്നാനം മാനസാന്തരത്തിന് വേണ്ടിയല്ല, പുതിയ നിയമ യാഗങ്ങളിൽ മുൻ നിഴലാകുന്നത് പോലെ ന്യായപ്രമാണവും നീതിയും നിറവേറ്റുന്നതിനും മശിഹ എന്ന നിലയിൽ അവന്റെ ശുശ്രൂഷ പരസ്യമായി ആരംഭിക്കുന്നതിനും വേണ്ടിയാണ് അത് സംഭവിച്ചത്. തുടർന്ന് വായിക്കുമ്പോൾ യേശുവിന്റെ സ്നാന സമയത്ത് 3 അസാധാരണ സംഭവങ്ങൾ സംഭവിക്കുന്നതായി കാണാം. ഒന്ന്, സ്വർഗം തുറന്നിരിക്കുന്നു. ദൈവവും മനുഷ്യത്വവും തമ്മിലുള്ള പുനഃസ്ഥാപിക്കപ്പെട്ട കൂട്ടായ്മയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമതായി, ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവെന്ന പോലെ ഇറങ്ങി മശിഹായുടെ മേൽ വസിക്കുന്നു. ഇതൊരു പ്രവചന നിവൃത്തി കൂടിയാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? യെശയ്യാവ് 11:2 അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ സകലതും മുൻ നിർണയിക്കപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനങ്ങൾ. മൂന്നാമതായി, സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം പ്രഖ്യാപിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 17-ാം വാക്യം. ഈ വാക്കുകൾ പഴയ നിയമ പുസ്തകങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. സങ്കീർത്തനം 2:7 ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് 42:1 ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വ്രതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. എത്ര മനോഹരമായിട്ടാണ് ദൈവം തന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നതും നടപ്പാക്കുന്നതും.